എറണാകുളത്തെ റോഡുകളിൽ രൂപപ്പെടുന്ന കുഴികൾ അപകടകെണിയാവുകയാണ്. റോഡിലെ കുഴിയിൽ വീണ് പരിക്കേൽക്കുന്നവർ നിരവധിയാണ്. നഗരത്തിലെ ചിലയിടങ്ങളിലെ ബ്ലോക്കുകൾക്ക് ഒരു പരിധിവരെ കുഴികളും കാരണമാകാറുണ്ട്. ഈ റോഡ് കണ്ടപ്പോൾ ന്യൂയോർക്കിൽ പോലും ഇങ്ങനെ റോഡില്ലാതെ ഞങ്ങൾ ആശ്ചര്യപ്പെട്ടു പോയി എന്നാണ് അവർ പറഞ്ഞത്. അത്ര സുന്ദരമായ റോഡ്. ഒരൊറ്റ മഴ പെയ്താൽ കുളമാകുന്ന എറണാകുളത്തെ റോഡുകൾ. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ന്യൂയോർക്കിൽ പോലുമില്ലാത്ത ആ റോഡുകൾ. അതാണ് എന്റെ പിന്നിൽ കാണുന്നത്. നഗരത്തിലെ പ്രധാന റോഡുകളിലൂടെയുള്ള യാത്ര ശോകം, ശോചനീയം. ഈ അവസ്ഥ തുടർന്നാൽ റോഡിലൂടെ ചെറുവള്ളങ്ങളും ഓടിക്കാമെന്നതാണ് സ്ഥിതി. എല്ലാ ദിവസവും രാവിലെ പോകുമ്പോൾ കാണുന്നതാണ് വെള്ളം മേത്തൊക്കെ തെറിക്കണത്. ഇതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറ. നഗരത്തിലെ പലയിടങ്ങളിലെ ബ്ലോക്കുകൾക്ക് റോഡിലെ കുഴിയും ഒരു കാരണമാണ്. ആളുകൾ പരാതി പറഞ്ഞു മടുക്കുമ്പോൾ താൽക്കാലികമായി കുഴിയടയ്ക്കും. അടുത്ത മഴയിൽ സ്ഥിതി വീണ്ടും പഴയപടി. വളരെ മോശമാണ് ഈ റോഡിൽ കൂടെ പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. വൈകുന്നേരം ആകുമ്പോൾ നടുവൊന്നും അനക്കാൻ വയ്യ. കിടപ്പോടെ കിടപ്പ് തന്നെയാണ്. ഡെയിലി വഴി യാത്ര തന്നെയാണ്. വണ്ടികൾക്കൊക്കെ പരിക്കാണ് എപ്പോഴും. വണ്ടിയുടെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ എപ്പോഴും പോക്ക് തന്നെയാണ്. റോഡിലെ കുഴികളിൽ വീണ് പരിക്കേൽക്കുന്നവരുടെ എണ്ണത്തിലും കുറവില്ല. എന്റെ പിന്നിൽ കാണുന്ന ഈ റോഡിൽ കഴിഞ്ഞ ആഴ്ച ഒരു യുവാവ് വീഴുകയുണ്ടായി. ഗുരുതരമായി തന്നെ അദ്ദേഹത്തിന് പരിക്കേൽക്കുകയും ഉണ്ടായി. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. അത് ഈ കുഴിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സെൻറ്ററിൽ വെള്ളം കെട്ടിക്കിടക്കും. വെള്ളം കെട്ടിക്കിടന്നിട്ട് വണ്ടികൾ സ്പീഡിൽ പോകുമ്പോൾ കട്ടറായ നല്ല ഒന്നാന്തരം റോഡായിരുന്നു അത്. ഇത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പം 3 പ്രാവശ്യം ഇത് മൂടിയതാണ്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വണ്ടികൾ വീഴുന്നുണ്ട്. മേജർ പരിക്ക് പറ്റൽ കുറവാണ്, എങ്കിലും വീഴുന്നുണ്ട് ആൾക്കാർ. നന്നായിട്ട് ബൈക്കിൽ ആക്സിഡൻറ്റ് പറ്റുന്നുണ്ട്. എന്തൊരു മാറ്റം! ഈ റോഡ് കണ്ടപ്പോൾ ന്യൂയോർക്കിൽ പോലും ഇങ്ങനെ റോഡില്ലാതെ ഞങ്ങൾ ആശ്ചര്യപ്പെട്ടു പോയി എന്നാണ് അവർ പറഞ്ഞത്. കൊച്ചിയിലെ നിരത്തിലൂടെയുള്ള യാത്ര നടുവൊടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അധികൃതരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ജാഗ്രത പുലർത്തേണ്ടത് യാത്രക്കാരാണ്. അപ്പോൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടത് മാത്രം. ക്യാമറമാൻ ജോയ്സിയാറിനൊപ്പം സ്നേഹമോൾ നൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.